നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 12 മണി, രാവിലെ മീൻസ് രാത്രി 12 മണിക്കാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുവാണ്. അപ്പോൾ അവളെ ഫീഡ് ചെയ്യാൻ ഞാൻ വന്നതാണ്. ഫീഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ പഠിക്കാനിരുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാർ ആ ഒരു പോർഷനാണ് പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകും. അപ്പം ഓരോ രാജാക്കന്മാർ പഠിക്കും, പിന്നെ അടുത്തത് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചത് ഒന്നുകൂടെ പറയും, അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം 2:30 വീണ്ടും ഒന്ന് ഫീഡിങ്ങിന് പോയി. ഫീഡിങ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് കാർത്തിക തിരുനാൾ ആ ഒരു ഭാഗം എത്തിയായിരുന്നു. അപ്പോൾ കാർത്തിക തിരുനാൾ വരെ എത്തി. എന്നിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഓരോ രാജാക്കന്മാർ വെച്ച് പഠിക്കുകയാണ്. കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി ലെവൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുമ്പം ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനൊന്നെങ്കിൽ ആ ക്ലാസ് കേൾക്കും, അല്ലെങ്കിൽ ഞാൻ ഫോണിലിട്ടിരിക്കുന്ന ഫോട്ടോ നോക്കി പഠിക്കും. അപ്പം നമുക്ക് ഉറക്കം പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പോയി പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ പോയിട്ട് നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ടിപ്പാണ് അമ്മമാർക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് രാത്രി ഇങ്ങനെ ചെയ്യാം. അപ്പം ഏകദേശം ഒരു 4 മണി വരെ ഞാൻ പഠിച്ചു. 4 മണി വരെ ആയപ്പോഴും എന്നാലും തിരുവിതാംകൂർ രാജാക്കന്മാർ തീർന്നിട്ടില്ല. ഏകദേശം പകുതിയോളായി. അത്രയും പഠിക്കാൻ പറ്റി. എനിക്കൊന്ന് റാണി ഗൗരി ലക്ഷ്മി ഭായ്, ആ ഒരു ലക്ഷ്മി ഭായ് വരെയൊക്കെ എത്തിയുള്ളൂ ഞാൻ പഠിച്ച്. കാരണം ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മാറ്റി വെച്ചിരുന്ന പോർഷനാണ്. അതുകൊണ്ടാണ് ഇത്ര ലാഗ് വന്നത്. നേരത്തെ ഒന്ന് പഠിച്ചായിരുന്നെങ്കിൽ പഠിക്കാമായിരുന്നു. ഇത് രാവിലത്തെ ഫുഡ് പരിപാടിയാണ്. അപ്പം ഇന്നലത്തെ മേടിച്ചൊരു കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ചെറിയൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിക്കാമായിരുന്നതെന്ന് വെച്ചാൽ, കൊച്ചിപ്പോൾ വീട്ടിലില്ല കേട്ടോ. കൊച്ച് പുറത്തേക്കെങ്ങാണ്ട് പോയിരിക്കുമായിരുന്നു. അമ്മ കൊച്ചിനെയും കൊണ്ട് പുറത്തേക്കെങ്ങാണ്ട് പോയി. അപ്പോൾ ആ ഒരു സമയം കിട്ടിയപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മാത്സ് ചെയ്യുമായിരുന്നു. അപ്പം ഡിഗ്രി പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് തന്നെയാണ്. മാത്സ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറിൻ സാറിൻ്റെ ട്രിക്ട് ആൻഡ് PSC എന്ന് പറഞ്ഞ ജെറിൻ സാറിൻ്റെ ആ ഒരു ക്ലാസ് കേട്ടിട്ട് ഞാൻ എഴുതിയെടുത്ത നോട്ട്സാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറേ തവണ ചെയ്തതാണ്, എന്നിട്ടും ഞാൻ മറന്നു പോകണം. അപ്പം ആ ഒരു ഓരോ ടൈപ്പും വീണ്ടും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഓർമ്മയ്ക്ക് നിൽക്കത്തുള്ളൂ. ഞാൻ അത്യാവശ്യം മാത്സ് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് നല്ല മാർക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ നോർമലി ആവറേജ് സ്കോർ ചെയ്യുന്നതിനേക്കാളും താഴേക്ക് പോകുന്നു. കാരണം ഞാൻ മാത്സ് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചു നന്നായിട്ട് മാത്സും ഇംഗ്ലീഷും മലയാളം പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. മാത്സ് മലയാളം ഇംഗ്ലീഷ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ കുറച്ച് GK കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസൊക്കെ കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഇത്തവണ എങ്ങനെയാണെന്നറിയില്ല. എന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം 50 മാർക്കോളം 45 മാർക്കോളം നമുക്ക് ഡിഗ്രി പ്രിലിംസിന് ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ പോർഷൻസിനും മിക്ക പോർഷൻസിൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ട്രിക്ട് ആൻഡ് PSCയുടെ ഏകദേശം എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ ക്ലാസ്സസൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ ക്ലാസ്സസും കണ്ട് അതിൻ്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇതാണ് ഞാൻ മാത്സിൻ്റെ പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് പഠിക്കുന്നത് വെച്ചാൽ, ഇംഗ്ലീഷിൻ്റെ ഞാൻ കുറേ നോട്ട്സ് എല്ലാ ഗ്രാമർ പോർഷൻസിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഗ്രാമർ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പം ആ ഒരു പോർഷൻസ് നോക്കണം. മലയാളത്തിൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലൊരു മധുരം മലയാളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബുക്കുണ്ട്. സാധാരണ സ്റ്റോറിൽ നിന്ന് വാങ്ങിയൊരു ബുക്കാണ്. അപ്പോൾ അതിനകത്തുള്ള ഗ്രാമറും പിന്നെ യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന ഗ്രാമറും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടിയാണ് ഞാൻ പഠിക്കുന്നത്. ഇംഗ്ലീഷ് വൊക്കാബുലറി ഞാൻ ടെലഗ്രാമിൽ നിന്നാണ് പഠിക്കുന്നത്. മലയാളത്തിൻ്റെ വൊക്കാബുലറിയും ഞാൻ ടെലഗ്രാമിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഡെയിലി നമ്മളിത് പഠിക്കണം. ഡെയിലി നമ്മൾ പഠിച്ചാലേ ഉള്ളൂ മലയാളം ഇമ്പ്രൂവായി വരുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ വൊക്കാബുലറി പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ 10ൽ 3 ഒക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ 7 വരെയൊക്കെ സ്കോർ ചെയ്യാൻ തുടങ്ങി. കാരണം അത് വൊക്കാബുലറി ടെലഗ്രാമിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ്. ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം സ്കോർ ചെയ്യുന്നതാണ്. എന്നാലും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതും ഇത്തവണത്തെ എക്സാമിൽ നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കയ്യിലുള്ള ഒരു ബുക്കാണ് പ്രീവിയസ് ഇയർ. അതിനകത്തുനിന്ന് ഞാൻ 10-20 ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോൾസ്, എല്ലാവർക്കും അറിയാമായിരിക്കും ടെലഗ്രാമിൽ ഇംഗ്ലീഷിൻ്റെ ഒക്കെ പോൾസ് ഉണ്ട്. അപ്പം ആ ഒരു പോൾസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ദിവസത്തെ. അപ്പം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പം ഉത്സവത്തിൻ്റെ പരിപാടീസ് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിരുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.